ഹലോ. അപ്പോൾ കേക്ക് വ്ളോഗിൻ്റെ 12th എപ്പിസോഡാണ്. ഇന്ന് നമ്മളൊരു ഡേ കെയറിലായിട്ടാട്ടോ ഈ കേക്ക് പോകുന്നത്. നട്ട് ഫ്രീ ആയിരിക്കണം എന്ന് പറഞ്ഞു, എഗ് ഫ്രീ ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ എഗ്ലെസ് വാനില വിത്ത് സ്ട്രോബെറി ഫില്ലിങ്ങിലുള്ള കേക്കാണ് നമ്മളിവിടെ നിന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അതേപോലെ തന്നെ നമ്മൾ അടിപൊളിയായിട്ട് സ്ട്രോബെറി കേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു 8 ഇഞ്ച് കേക്കാട്ടോ. 8 ഇഞ്ച് സെർവ്സ് മാക്സിമം ഓഫ് 30. ചെറിയ പിള്ളേർക്കാകുമ്പോൾ ഒരു 40 പിള്ളേർക്കൊക്കെ നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആക്ച്വലി ഇവിടെ നാട്ടിൽ നിന്ന് കുറേ പേര് വരുമ്പോൾ, അതായത് ഇന്ത്യൻസ് മോസ്റ്റ്ലി നമ്മുടെ അടുത്ത് ചോദിക്കും, ഇത്ര കിലോ കേക്ക് ഉണ്ടാക്കി തരാമെന്ന്. നമ്മളിവിടെ കിലോ കണക്കിനല്ല നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്, ഇവിടെ സെർവിങ് കണക്കിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ബിക്കോസ് നമ്മുടെ ഫില്ലിങ് പല വെയിറ്റ് ഉണ്ടാവും. അതായത് ഇപ്പോൾ സാധാരണ വാനില കേക്ക് വയ്ക്കുമ്പോൾ അത് ഫില്ലിങ് ഉണ്ടാവില്ലല്ലോ, അപ്പോൾ വെയിറ്റ് കുറയും. അപ്പോൾ അങ്ങനെയൊക്കെ ആയ കാരണം തന്നെ നമ്മളിവിടെ നമ്പർ ഓഫ് സെർവിങ്സിനനുസരിച്ചാണ് നമ്മളിവിടെ റേറ്റ് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി, ഓക്കെ എന്തായാലും നമ്മൾ 6 ഇഞ്ച് കേക്ക് എത്രയുണ്ട് എന്ന് നോക്കാമെന്ന്. അപ്പോൾ ഏകദേശം ഒരു 6 ഇഞ്ച് കേക്ക്, എൻ്റെ 6 ഇഞ്ച് കേക്ക് മാക്സിമം 15 പേർക്ക് സെർവ് ചെയ്യാവുന്നത്, അത് 1.5 കിലോ ഉണ്ട് കേട്ടോ. എൻ്റെ ഒരു ആശ്വാസത്തിന് ഞാൻ വെയിറ്റ് എടുത്ത് നോക്കിയതാണ്. പക്ഷേ ഞാനിവിടെ വെയിറ്റിനനുസരിച്ചല്ല ഞാൻ കേക്ക് ചെയ്യുന്നത്, സെർവിങ്സിനനുസരിച്ചാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് പ്രിൻസസ് തീം കേക്കാണേ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു സാധാരണ ഒരു വൈറ്റ് കളറിൽ തന്നെ ഫ്രോസ്റ്റിംഗ് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ക്രൗൺ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടാണ് തലേ ദിവസം കുറച്ച് കട്ടിയാവാൻ വേണ്ടി അതിങ്ങനെ തന്നെ നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഇന്നലെ തന്നെ ഞാൻ ഇത് ക്രൗണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ബോർഡർ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ ബോർഡറാണ്. അതിന് നമ്മൾ ആദ്യം ഗോൾഡൻ യെല്ലോ കളറിൽ ഫോണ്ടൻ്റ് കളർ ചെയ്തിട്ടാണ് നമ്മൾ ആ ബോർഡർ വെക്കുന്നത് കേട്ടോ. അതിൻ്റെ മുകളിൽ കളേഴ്സൊക്കെ നമ്മൾ ലാസ്റ്റ് അടിക്കും. ഇപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുന്നത് ഒരു ബോ ആണ്, ഒരു ചെറിയ ബോ ആണ് ഉണ്ടാക്കുന്നത്. ആ പേരിൻ്റെ ചുറ്റും നമ്മളൊരു ഡെക്കറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഇപ്പം ഉണ്ടാക്കിയാൽ മതി. പക്ഷേ എപ്പോഴും നോക്കുക, നമ്മൾ ഈ ഫോണ്ടൻ്റ് ടോപ്പേഴ്സ് ഇങ്ങനെ നിൽക്കുന്ന ഫ്രീ സ്റ്റാൻഡിങ് ടോപ്പേഴ്സൊക്കെ ആണെങ്കിൽ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഈ ടോപ്പേഴ്സിൽ നമ്മൾ ഈ ബീഡ്സും കൊണ്ട് സൈഡൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ബീഡ്സൊക്കെ വെച്ചിട്ട് പിന്നെ കുറേ ഫോണ്ടൻ്റ് ഫ്ലവേഴ്സ് ആ പേരിൻ്റെ ചുറ്റും നമ്മൾ ഫ്ലവേഴ്സും കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഔട്ട്കം അടിപൊളിയാണ്. ആക്ച്വലി അവർ സെയിം റെഫറൻസ് പിക്ചറിൽ അതേപോലെ തന്നെ വരണം എന്ന് അവർ പറഞ്ഞുകൊണ്ട് കാരണമാണ് ഞാൻ ഇത്രയും ഇത് ചെയ്യണത്. ആക്ച്വലി ഞാൻ അവരുടെ അടുത്ത് ഞാൻ എല്ലാ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാറുണ്ട്, നിങ്ങൾ തന്ന റെഫറൻസ് പിക്ചറിൻ്റെ അനുസരിച്ച് കൃത്യമായിട്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, എൻ്റേതായ രീതിയിലേ ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു റെഫറൻസ് പിക്ചറായിട്ട് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ബിക്കോസ് അവരുടെ വർക്ക് ഓരോരോ ബേക്കേഴ്സിന് അവരുടേതായ വർക്ക് ഉണ്ടാവും. അപ്പോൾ അതുപോലെയേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ലാസ്റ്റ് വെച്ചത് കളർ ചെയ്യാൻ ഗോൾഡ് ഡസ്റ്റിലാണ് നമ്മൾ ഈ കളർ ചെയ്യണത്. ഒരു ലിക്വിഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഗോൾഡ് ഞാൻ കളർ ചെയ്തേക്കണം. ഒരെണ്ണം ആൽക്കഹോളും ഒരെണ്ണം ലൈം എക്സ്ട്രാക്റ്റ് ലെമൺ ജ്യൂസും വെച്ചിട്ട്. ഇപ്പോൾ ഞാൻ ഇത് ഡേ കെയറിലായ കാരണം ഞാൻ ലെമൺ ജ്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഗോൾഡ് ഡസ്റ്റ് ഒന്ന് നനച്ചിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഈ പെയിൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് ഹലാൽ കേക്ക് ചോദിക്കുന്നവരുണ്ടാവും, ഇല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ ഒരു രീതിയിൽ, അതായത് ലെമൺ ജ്യൂസോ ലെമൺ എക്സ്ട്രാക്റ്റോ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. ഇപ്പോൾ സാധാരണയായിട്ട് ഞാൻ മോസ്റ്റ്ലി കുറച്ചും കൂടി നല്ല ഗോൾഡൻ കളർ കിട്ടണമെങ്കിൽ നമ്മൾ ആൽക്കഹോൾ യൂസ് ചെയ്ത് അടിപൊളിയായിട്ട് കളർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്കം. ഏകദേശം ഞാൻ അവരുടെ റെഫറൻസ് പിക്ചറിനനുസരിച്ച് ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കേക്ക് വ്ളോഗ്. അപ്പോൾ ബൈ, ടേക്ക് കെയർ.